ഹായ്, നമസ്കാരം. ഞങ്ങൾ ന്യൂ ഇയറിനൊന്നും ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വെറുതെ ഇറങ്ങിയത്. വേറൊന്നുമല്ല, എൻ്റെ കുഞ്ഞിക്കിളിയായിട്ട് വേറെ പുറത്തൊന്ന് പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ നാടിയതാണ്. അപ്പം എൻ്റെ മോളുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഓക്കെ. ഞങ്ങളിന്ന് കുഞ്ഞിക്കിളിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തമ്മനം കത്തിരിക്കട റൂട്ടാണ്. ബ്രാൻഡ് ക്ലിയറൻസ് സ്റ്റോർ എന്ന് പറയുമ്പോൾ കിഡ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ബ്രാൻഡാണ്, സൂപ്പർ കളക്ഷൻ. അപ്പോൾ ഞാനും ചേട്ടായും കുഞ്ഞിക്കിളിയും കൂടെ ആ ഷോപ്പിലോട്ട് കയറി. പക്ഷേ വന്നപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. ലീനൻ്റെ ഡ്രസ്സായിരുന്നു കൂടുതലും, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് ഭയങ്കര നിർബന്ധം എന്ന് വെച്ചാൽ ഉള്ളപ്പോൾ മാത്രമേ ഞാനും കുഞ്ഞിക്കിളിയാണെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പുറത്ത് പോകാറുള്ളൂ കേട്ടോ. കാരണം ഞാൻ കണ്ടാലേ അത് തൃപ്തി വരത്തുള്ളൂ. ചേട്ടായി നല്ല സൂപ്പർ സെലക്ഷൻ എടുക്കും. അപ്പോൾ കുഞ്ഞിക്കിളി ക്രിസ്മസിൻ്റെ തീമിന് ഒരെണ്ണം എടുക്കാമെന്ന് വെച്ചു. പക്ഷെ അവൾക്ക് കറക്റ്റ് അല്ലായിരുന്നു. അതും നല്ല ഡ്രസ്സൊക്കെ എടുക്കത്തുള്ളൂ. അപ്പം ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സൊക്കെ. ഞങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ചേട്ടായി സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന ചേട്ടായിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞിക്കിളി ഓൾറെഡി പർച്ചേസ് തുടങ്ങി കേട്ടോ. കുഞ്ഞിക്കിളിക്ക് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പക്ഷേ ഈ ഗ്രീൻ കളർ നല്ല ഭംഗിയായിരുന്നു. ലിനനായിരുന്നു, നല്ല ഡ്രസ്സായിരുന്നു. പക്ഷേ എങ്കിൽ ലെങ്ത്ത് കുറവായിപ്പോയി കുഞ്ഞിക്കിളിക്ക് കുറച്ച് ടൈറ്റായിപ്പോയി. നല്ലതായിരുന്നു, പക്ഷേ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ കൊണ്ട് നടക്കും. അങ്ങനെ കുറേ ഡ്രസ്സ് നിങ്ങൾക്ക് തേരെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ. കുറേ ഡ്രസ്സുണ്ട്, എല്ലാം നല്ല ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയലൊക്കെയാണ്. അങ്ങനെ കുറേ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സർപ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളോട് വഴിയേ പറഞ്ഞോളാം. അപ്പോൾ കുഞ്ചേട്ടായി കുഞ്ഞിക്കിളിക്ക് ഡ്രസ്സെല്ലാം വെച്ച് നോക്കുക. അവളാണെങ്കിൽ ഓട്ടോ ഡ്രസ്സ് എടുക്കാൻ പറ്റാതെ. അപ്പോൾ അവൻ തന്നെ കുറേ സെലക്ട് ചെയ്ത് അങ്ങനെ ന്യൂ ഇയറിൻ്റെ കുഞ്ഞിന് ഗിഫ്റ്റായിട്ട് കുഞ്ഞിക്കിളിയുടെ ആൻറ്റി ചേച്ചി എടുത്തു തരാൻ പറ്റത്തിന് പുള്ളിക്കാരി കുഞ്ഞിക്കിളിക്ക് അതിനുള്ള ഗിഫ്റ്റ് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കാണിക്കാം. അപ്പോൾ കുഞ്ഞിക്കിളി എല്ലാം ഡ്രസ്സ് ഇട്ട് നോക്കുക കേട്ടോ. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ കിളിക്കിളിയെ കണ്ടോ? കുഞ്ഞിക്കിളി ഉടുപ്പ് മേടിച്ചോ? അപ്പോൾ കുഞ്ഞിക്കിളി ഉടുപ്പൊക്കെ സെലക്ട് ചെയ്യാം. നിങ്ങൾ കണ്ടോ? അവൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം കയ്യിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടല്ലോ എല്ലാവരും. കുഞ്ഞിക്കിളി ഇഷ്ടമുള്ളവരെല്ലാം കുഞ്ഞിക്കിളി കാണാൻ വരുമ്പോൾ ഓരോ ലോലിപ്പോപ്പ് മേടിച്ചുകൊണ്ട് വരേണ്ടതായിരിക്കും. അങ്ങനെ ചേട്ടായി കുഞ്ഞിക്കിളിക്ക് ഞാൻ ക്യാമറ വുമണായി. കാരണം ചേട്ടായിക്ക് ഇഷ്ടമുള്ളതേ അവൾക്ക് എടുക്കത്തുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. അവനെടുക്കുമ്പോൾ എനിക്കറിയാം അവൾക്ക് സൂപ്പറായിരിക്കും. ഞങ്ങളുടെ എല്ലാ കിളിക്കിളിക്ക് ഇഷ്ടമുള്ളതും എനിക്കിഷ്ടമുള്ള ചേട്ടാ എന്നെ സെലക്ട് ചെയ്യും. അച്ഛ ഉപ്പ് എടുക്കുവാണോടാ? ഉപ്പ്. അപ്പം കുറേ തപ്പി പുള്ളിക്കാരൻ കുഴഞ്ഞു. പിന്നെ 2-3 ഉടുപ്പ് ഞങ്ങൾ 3-4-5-6-7 ഉടുപ്പ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു. കാരണം ചേട്ടായിക്ക് ഒരിതുണ്ട്, കുഞ്ഞിനെ ഇട്ട് നോക്കിയിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഞങ്ങളായിരുന്നു കുറേ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ കയ്യിലെടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും നോക്കുക. അങ്ങനെ വീണ്ടും നോക്കി ഇരിക്കുവാണേ ഏതൊക്കെ എടുക്കാം. അപ്പോൾ കുഞ്ഞിക്ക് എടുത്ത ഒരു ഡ്രസ്സ് ഒന്ന് യെല്ലോ, ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ. ഡാർക്കല്ല, ഇങ്ങനെ ഗ്രീൻ. പിന്നീട് എടുത്തേതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പോൾ കണ്ടോണം. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് ഞങ്ങൾ ഒരു ഷർട്ടും ജീൻസും എടുത്ത് പിന്നെ വേറൊരു ഉടുപ്പും എടുത്ത് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. സ്റ്റുഡിയോ കയറി പിന്നെ കുറച്ച് കുഞ്ഞിക്കിളിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കുറേ ടീഷർട്ട്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പം നല്ല തിരക്കാണ്. ഇപ്പോൾ ഓഫർ എല്ലാവരും കേട്ടോ. ഓഫർ സെയിൽ നടക്കുവാണ്. നല്ല ടോപ്പൊക്കെ ഉണ്ട്. എനിക്കൊരു നൈറ്റ് ഡ്രസ്സ് എടുത്തു, പിന്നെ ഒരു ടോപ്പ് എടുത്തു. കുഞ്ഞിക്കിളിക്ക് കുറേ ടീഷർട്ടും ജീൻസും ഒക്കെ എടുത്തു. കുറേന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമല്ല കേട്ടോ, കുറച്ച് 2-3 എണ്ണം. നമുക്കിപ്പോൾ നീളം വെച്ചുകൊണ്ട് എല്ലാ ടോപ്പുകളും ചെറുതാണ്. അപ്പം പിന്നെ ചേട്ടായി മാറുമോ? ചേട്ടായി കുറേ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നേരെ റോഡിൽ കൂടെ നടന്നു വരും. അപ്പം കുഞ്ഞിക്കിളിക്ക് പുതിയ ഉടുപ്പും ജീൻസ് ഇട്ടതിൻ്റെ സന്തോഷം കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം.